അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കെലിമാത്തു അൽ മദ്ദും ബിൽ അലിഫ്. അലിഫ് മദ് ഉപയോഗിച്ച് കുറച്ച് വേർഡ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ വായിച്ച് നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തു, മദ് എന്താണെന്ന് പറഞ്ഞു, ഏതൊക്കെ മദ് ഏതിൻ്റെയൊക്കെ കൂടെ വരും എന്ന് പറഞ്ഞു. അലിഫ് മദ് ഉപയോഗിച്ച് കുറച്ച് ലെറ്റേഴ്സ് നമ്മൾ അതിൻ്റെ സൗണ്ട് എങ്ങനെ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി ആ അലിഫ് മദ് ഉപയോഗിച്ച് കുറച്ച് വേർഡ്സുകൾ നമുക്കറിയാം. അലിഫ് മദ് വരണമെങ്കിൽ ഫത്തഹിൻ്റെ കൂടെ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഈ താക്ക് എന്താ ഉള്ളത്, ഫത്തഹാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഏത് മദ്ദാണ് വരിക, അലിഫ് മദ്ദാണ് വരിക. ഇതിൻ്റെ കൂടെ യാ മദ് വരില്ല, വാവ് മദ്ദും വരില്ല. ഓക്കെ, അതൊന്ന് ഓർമ്മയിൽ വെക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ റീഡ് ചെയ്ത് നോക്കുക, ഓരോരോ വേർഡ്സുകൾ റീഡ് ചെയ്ത് നോക്കുക. ഫസ്റ്റത്തത് തേ. തേനോട് കൂടി അലിഫ് മദ് വരുമ്പോൾ തേ തേ. അതിൻ്റെ അടുത്ത അക്ഷരം ബെ, തേബെ തേബെ. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഈ അലിഫിൻ്റെ കൂടെ വേറൊരക്ഷരം നമുക്ക് ചേർത്ത് എഴുതാൻ കഴിയില്ല. അലിഫിൻ്റെ മുമ്പിൽ വേറെ അക്ഷരം ചേർത്ത് എഴുതാം, അലിഫിൻ്റെ ബാക്കിൽ വേറൊരക്ഷരം ചേർത്ത് എഴുതാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ബേ ഒറ്റയ്ക്ക് എഴുതിയിട്ടുള്ളത്, തേബെ. അപ്പോൾ അതും ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അടുത്തത് ഹോ. ഹോനോട് അലിഫ് മദ് വരുമ്പോൾ ഹോ ഹോ ഹോബെ ഹോബെ ഹോബെ. കോ. കോനോട് അലിഫ് മദ് വരുമ്പോൾ കോ കോലെ കോലെ കോലെ. സെ. സെനോട് അലിഫ് മദ് വരുമ്പോൾ സേ സേത്തെ സേത്തെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്കറിയാം സേനോട് വേറൊരക്ഷരം ചേർത്ത് എഴുതാൻ കഴിയില്ല എന്ന് നമുക്കറിയാം അല്ലേ. അതുപോലെ എന്ത് ചെയ്യണം, അലിഫിനോടും വേറൊരക്ഷരം ചേർത്ത് എഴുതാൻ കഴിയില്ല. അപ്പോൾ സേ അവിടെ ഒറ്റയ്ക്ക് എഴുതി, അലിഫ് ഒറ്റയ്ക്ക് എഴുതി, തേ ഒറ്റയ്ക്ക് എഴുതി. ഇത് കൂട്ടി ചേർത്ത് എഴുതാൻ കഴിയൂല അല്ലേ. സേത്തെ. ഓക്കെ, ഫേ. ഫേനോട് അലിഫ് മദ് വരുമ്പോൾ ഫേ തി ഫാത്തിരി ഫാത്തിരി. നെ. നേനോട് അലിഫ് മദ് വരുമ്പോൾ നേ ക നേക്കത്തു നേക്കത്തു നേക്കത്തു. എ ബെ എബെ എബേ. ബേനോട് അലിഫ് മദ് വരുമ്പോൾ ബേ അബേ. ഇവിടെ നാക്കും എന്തുണ്ട്, അലിഫ് മദ് ഉണ്ട് അല്ലേ. അപ്പോൾ നേ. അപ്പോൾ ഇതെങ്ങനെ വായിക്കുക, അബേ നേ. ബാനെയും മദ് ചെയ്യുക, നൂനെയും മദ് ചെയ്യുക, ബേനെയും മദ് ചെയ്യുക, നാനെയും മദ് ചെയ്യുക. ബേ എന്ന് നീട്ടി വായിക്കുക, നേ എന്ന് നീട്ടി വായിക്കുക. അപ്പോൾ ഇങ്ങനെ വായിക്കാൻ പറ്റും, അ ബേ നേ. ഓക്കെ, ഇനി അടുത്തത് ദ അ. ദ അ. അയക്ക് അലിഫ് മദ് വരുമ്പോൾ ദ ആ. ഇവിടെ എന്തുണ്ട്, അടുത്ത അക്ഷരത്തിന് നേക്കും മദ്ദുണ്ട് അല്ലേ. അപ്പം നേ കൂട്ടി വായിക്കുക. അപ്പം എങ്ങനെ വായിക്കാൻ പറ്റും, ദ ആ നേ ദ ആ നേ ദ ആ നേ. ഓക്കെ, അടുത്തത് തു ജ. തു ജ. അലിഫ് മദ് വരുമ്പോൾ ജ തു ജ. ഇത് അലിഫ് മദ് തന്നെയാണ് കേട്ടോ. അത് ഒരു യായിൻ്റെ മുകളിൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ജീമിന് ഫത്തഹാണ് ഇവിടെ. ഫത്തഹിൻ്റെ കൂടെ ഏത് മദ്ദേ വരുള്ളൂ, അലിഫ് മദ്ദേ വരുള്ളൂ. പക്ഷെ അതൊരു യായിൻ്റെ മുകളിൽ വെച്ചു, അത്രയേ ഉള്ളൂ. അവിടെ യാ എന്നുള്ള സൗണ്ടൊന്നും വരില്ല കേട്ടോ, ജേ എന്നുള്ള സൗണ്ടേ വരുള്ളൂ. അത് പ്രത്യേകം നമ്മൾ ഓർമ്മയിൽ വേണം. തു ജേ. ഓക്കെ, ഖുറാനിലാണ് ഇങ്ങനത്തെ വേർഡ്സുകൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുക. അറബി ഗ്രന്ഥങ്ങളിലുണ്ടോ, പക്ഷെ ഖുറാനിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ വേർഡ്സുകൾ കാണല്. യായിൻ്റെ മുകളിൽ അലിഫ്, വാവിൻ്റെ മുകളിൽ അലിഫ് ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിവിടെ വാവാണോ അലിഫാണോ യാ ആണോ എന്ന് വിചാരിച്ച് അത്ഭുതപ്പെടുന്നു വേണ്ട. അതിന് തൊട്ടുള്ള മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹ ആയതുകൊണ്ട് അവിടെ അലിഫ് മദ് തന്നെയാണ്. ഓക്കെ, തു ജേ ദി തു ജേ ദി ലു തു ജേ ദി ലു. ഇവിടെ കണ്ടോ ആ യാ ഉള്ളത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അലിഫ് വേറൊരു അക്ഷരത്തിനോട് ചേർത്ത് എഴുതാൻ കഴിയില്ല എന്ന്.
അപ്പോൾ നമുക്കിനി അത് ചേർത്ത് എഴുതണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതുപോലെ ചേർത്ത് എഴുതാൻ പറ്റുള്ളൂ. അലിഫ് എന്ത് ചെയ്യുക? ചെറുതാക്കിയിട്ട് അക്ഷരത്തിൻ്റെ മുകളിൽ ആക്കിയിട്ട് എഴുതുക. അല്ലാതെ അലിഫിനോട് വേറെ ഒന്ന് ചേർത്ത് എഴുതാൻ കഴിയൂല. അപ്പം നമുക്ക് ചേർത്ത് എഴുതണമെങ്കിൽ ഈ രീതിയിൽ ചേർത്ത് എഴുതാൻ കഴിയുള്ളൂ. തു ജേ ദി ലു, തു ജേ ദി ലു. മു ക, മു ക, മു ക, മു ക. അലിഫ് മദ് വരുമ്പോൾ മു ക മെ, മു ക മെ, മു ക മെ. ഹു തു, ഹു തു വെ, ഹു തു വെ. ഇവിടെ വാവിനോടും അലിഫ് ചേർത്ത് എഴുതാൻ പറ്റില്ല. അപ്പോൾ വേ, ഹു തു വേ തി, ഹു തു വേ തി, ഹു തു വേ തി. ഓക്കെ. തെ ലെ, തെ ലെ. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലിഫാണ് കേട്ടോ, യാ അല്ല. തെ ലേ, തെ ലേ ഹ. ആ ഹാക്ക് എന്തുണ്ട്? അലിഫ് മദ് ഉണ്ട്. അപ്പോൾ ഹ. അപ്പോൾ എങ്ങനെ വായിക്കുക? തെ ലേ ഹ, തെ ലേ ഹ. ലേ എന്ന് നീട്ടുക, ഹ എന്ന് നീട്ടുക. തെ ലേ ഹ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് അലിഫ് മദ് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ ഇതുപോലെയാണ് ബാക്കി എല്ലാ അക്ഷരം വേർഡ്സുകളും നമ്മൾ വായിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. മറ്റുള്ള പുസ്തകങ്ങളിലോ വേറെ എവിടെയെങ്കിലും കാണുമ്പോഴൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ. എന്നാലേ നമുക്കത് പെട്ടെന്ന് കണ്ട് ഒരു അക്ഷരം കാണുമ്പോൾ അത് ഓർമ്മയിൽ കണ്ട് വരുള്ളൂ. ഇന്നതാണ് അവിടെ സൗണ്ട്, ഇന്ന രീതിയിലാണ് അവിടെ ഉച്ചരിക്കേണ്ടത് എന്നുള്ളതൊക്കെ. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.